നമസ്കാരം. നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുക. ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും കാണുന്ന ഒരു എക്സാമ്പിളിലൂടെ, ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒരു ആക്ടിവിറ്റിയാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു ഓസാണിത്. നമ്മൾ ഗാർഡനിലൊക്കെ വെള്ളമൊഴിക്കുന്ന ടൈപ്പ് ഒരു ഓസ്. ഈ ഓസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്തുകൂടിയാണ് ഫ്ലൂയിഡ്, അതായത് ലിക്വിഡ് ഫ്ലോ ചെയ്യുക. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതുകൂടാതെ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എന്ത് ഷേപ്പാണിത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ ഇതൊരു സർക്കുലർ ഷേപ്പാണ്. ഈ സർക്കുലർ ഷേപ്പിലൂടെയാണ് വെള്ളം നമ്മളുടെ പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പം നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഇതിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഈ കൈകൊണ്ട് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ ആ ലിക്വിഡിൻ്റെ ഫ്ലോയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു റിലേഷനാണ് ശരിക്കും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഞാൻ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒന്ന് ചെറുതാക്കുകയാണ്. ഞാനിങ്ങനെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചപ്പോൾ വേഗത കൂടി, ലിക്വിഡിൻ്റെ ഫ്ലോ കൂടി. അപ്പോൾ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് അത് തന്നെയായിരിക്കും ഞാനിങ്ങനെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാലും ഇതിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ അളവ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ കുറഞ്ഞാൽ വെള്ളത്തിൻ്റെ വേഗത കൂടും, ഏരിയ കൂടിയാൽ വെള്ളത്തിൻ്റെ വേഗത കുറയുന്നു. അതായത് വെലോസിറ്റി ഏരിയ ക്രോസ് സെക്ഷനും തമ്മിലുള്ള റിലേഷനാണ്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1 മിനിറ്റ് സമയം കൊണ്ട് ഈ വെള്ളം നമ്മളൊരു പാത്രത്തിലെടുക്കണം. ആ പാത്രത്തിലെടുക്കുന്ന വെള്ളത്തിൻ്റെ അതേ അളവ് തന്നെയായിരിക്കും ഞാനിങ്ങനെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് നല്ല വേഗതയിൽ, നല്ല സ്പീഡിൽ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഈ വെള്ളം കളക്ട് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റി നമ്മൾ പൊത്തിപ്പിടിക്കാണ്ട് 1 മിനിറ്റ് കൊണ്ട് വെള്ളം കളക്ട് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റി സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? വെൻ ദ ലിക്വിഡ് flowing through this area, when we decrease the area of cross section, then the velocity increases. So when the velocity decreases, area of cross section decreases, velocity increases. There is an inverse relationship. Okay, നമ്മൾ ഒരു ആക്ടിവിറ്റി കണ്ടു. ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പൈപ്പിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ. അതായിരുന്നു നമ്മൾ കണ്ട ആ ഒരു ആക്ടിവിറ്റി. ദാറ്റ് ഈസ് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ എഴുതുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. ദാറ്റ് ഈസ് വെലോസിറ്റി എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു കഴിയുമ്പോൾ. ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. ഇത് ഒരു കേസ് നമ്മളിവിടെ ഒരു ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ 3 പൈപ്പാണ് എടുത്തിരിക്കുക. 3 പൈപ്പ്, ഒരു വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള പൈപ്പ്. താഴെ ഈ കാണുന്നതാണ് വലിയ, അതായത് ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഏരിയ വലുതാണ്. ഇങ്ങനത്തെ വലിയ ഒരു പൈപ്പ്.
അടുത്തത് അതിനേക്കാളും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ, അതായത് മറ്റൊരു പൈപ്പ് നോക്കുക, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വളരെ കുറവാണ്. അതാണ് ഈ രണ്ടാമത്തെ പൈപ്പ്. മൂന്നാമത്തെ പൈപ്പ് എന്ന് പറയുന്നത് അതിനേക്കാളും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ മൂന്നാമത്തെ പൈപ്പ്. ഇങ്ങനത്തെ 3 പൈപ്പുകൾ, അതായത് ഒന്ന് വലിയ പൈപ്പ്, മറ്റൊന്ന് അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ പൈപ്പ്, മൂന്നാമത്തത് അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ പൈപ്പ്, ഈ 3 കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് എപ്പോഴും സ്ട്രീം ലൈൻ ഫ്ലോയിലാണ്. നമ്മൾ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ള പഠിച്ചു കഴിഞ്ഞു. സോ കൺസിഡർ ദ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇൻകംപ്രസിബിൾ, എന്താണ് ഇൻകംപ്രസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഫ്ലൂയിഡ്. നമുക്കറിയാം ലിക്വിഡ് ഗ്യാസ് ആണെങ്കിൽ അതിന് നമ്മൾ ഒരു മൂലയിലേക്ക് അടിച്ചൊതുക്കാൻ പറ്റാത്ത, എന്നുവെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് ആക്ച്വലി ഇൻകംപ്രസിബിൾ എന്ന് വെച്ചാൽ കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്. മീൻസ് ഈ ത്രൂ ഔട്ട് ദ ഫ്ലോ, ഈ 3 പൈപ്പിലൂടെയും ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്സിന്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ആ ഡെൻസിറ്റി നമ്മൾ എടുത്തിരിക്കുന്നത് റോ എന്നുള്ളൊരു ആണ് ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി. അപ്പോൾ 3 പൈപ്പിലൂടെയും സെയിം ഫ്ലൂയിഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്, അതിന്റെ ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുക? 3 പൈപ്പ്, വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള 3 പൈപ്പ്, അതിലൂടെ ഫ്ലൂയിഡിന്റെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ് നടക്കുക. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് അത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറെ കൂടി വലുതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇത്തിരി കൂടി വലുതാണ്. അന്നേരം അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി അത് ഞാൻ v1 ആയിട്ട് എടുത്തു. നമ്മളിപ്പോൾ പഠിച്ച ആക്ടിവിറ്റിയിൽ നിന്ന് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിനകത്തൂടി പോകുന്ന വെലോസിറ്റി ആയിരിക്കില്ല, അടുത്ത ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ. കാരണം രണ്ടാമത്തെ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു, അപ്പോൾ ഇവിടത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു, അവിടെ അപ്പോൾ വേറൊരു പുതിയ വെലോസിറ്റി ആയിരിക്കണം, ദാറ്റ് ഈസ് v2. ഇനി മൂന്നാമത്തേതിലും വീണ്ടും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു, അപ്പോൾ അവിടെ എന്തായിരിക്കണം? മൂന്നാമത്തെ വെലോസിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ കണ്ട ആക്ടിവിറ്റിയിൽ നിന്ന് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, വലുതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ചെറുതിന്റെ അതിനേക്കാളും ചെറുതിന്റെ A2, അപ്പോൾ അവിടുത്തെ വെലോസിറ്റി v2, അതിനേക്കാളും ചെറിയ പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A3, ആ സമയത്ത് വെലോസിറ്റി v3. അപ്പോൾ എന്താണ്? കൺസിഡർ 3 പൈപ്സ് വിത്ത് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒന്ന് A1, മറ്റൊന്ന് A2, മറ്റൊന്ന് A3. നമ്മൾ കണ്ട ആക്ടിവിറ്റിയിൽ നിന്ന് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ will vary the velocity. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി v1, v2, v3. ഓക്കെ, എന്താണ് കണ്ടിന്യൂറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഞാൻ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ പറഞ്ഞു, 1 മിനിറ്റ് കൊണ്ട് വെള്ളം ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി അത് വേഗത്തിലാണെങ്കിലും വളരെ കുറച്ചാണെങ്കിലും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഇതിനകത്തേക്ക് കയറുന്ന വെള്ളം എത്ര ക്വാണ്ടിറ്റി ആണോ അത്രയും ക്വാണ്ടിറ്റി തന്നെ ഇതിനകത്തുകൂടി 1 മിനിറ്റ് കൊണ്ട് ഇറങ്ങും. അതേപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് ഇറങ്ങും. പക്ഷെ ഇതിനകത്ത് ഇത്തിരി കൂടി വേഗത്തിലായിരിക്കും വരിക, ഇതിനകത്ത് കുറച്ചുകൂടി വേഗത്തിലായിരിക്കും. കാരണം അവിടെ ചെറിയ സ്ഥലത്തുകൂടി ആകുമ്പോൾ അത്രയും കൂടുതൽ വേഗത്തിൽ പോയാലേ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് സെയിം ആവുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇത്രേ ഉള്ളൂ, 1 t സെക്കൻഡ് സമയം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയ വെള്ളം t സെക്കൻഡ് സമയം കൊണ്ട് അതേ ക്വാണ്ടിറ്റി തന്നെ ഇവിടെയും ഫ്ലോ ചെയ്യും, അതേ t സെക്കൻഡ് സമയം കൊണ്ട് ക്വാണ്ടിറ്റി തന്നെ ഇവിടെയും ഫ്ലോ ചെയ്യും. എന്ന് വെച്ചാൽ എത്ര വെള്ളം കയറിയോ അത്ര വെള്ളം തന്നെ ആ സമയം കൊണ്ട് ഇറങ്ങിപ്പോലും. അപ്പോൾ ഇറങ്ങിപ്പോകാൻ സ്ഥലം കുറവാണെങ്കിൽ കുറച്ചും വേഗതയിൽ ഇറങ്ങിപ്പോയി, അത്ര ഉദ്ദേശിക്കുന്നത്. ദ വോളിയം, അതായത് വോളിയം ഓഫ് ക്രോസിംഗ് ദ ഏരിയ A1, ഇതിലൂടെ ക്രോസ് ചെയ്യുന്ന ഏരിയ ഈസ് ഈക്വൽ ടു
ഇതിലൂടെ ക്രോസ് ചെയ്യുന്ന ഏരിയ. പക്ഷെ അപ്പൊ ഇവിടെ വോളിയം ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്തിരി കൂടി വേഗത്തിൽ, ഇത്തിരി കൂടി വലിയ സിലിണ്ടർ ആയാൽ മാത്രമേ ഇത്തിരി കൂടി വേഗത്തിൽ പോയാൽ മാത്രമേ ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ അതായത് പറഞ്ഞു വരുന്ന ഇതാണ്, എത്ര ക്വാണ്ടിറ്റി ടി സെക്കൻഡ് സമയം കൊണ്ട് വലിയ പൈപ്പിലൂടെ പോകുന്നു അത്രയും ക്വാണ്ടിറ്റി തന്നെ ചെറിയ പൈപ്പിലൂടെയും പോകേണ്ടി വരും. അപ്പോൾ ചെറിയ പൈപ്പിലൂടെ അത്രയും ക്വാണ്ടിറ്റി പോകണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി വേഗതയിൽ പോകണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ടി സെക്കൻഡ് സമയം കൊണ്ട് വെള്ളം ഫ്ലോ ചെയ്ത് ഈ ഒരു സിലിണ്ടറിന്റെ ഈ ഷെയ്ഡഡ് ഏരിയയിൽ എത്തിച്ചേർന്നു. അതായത് ഇത്ര ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസിലാണ് എത്തിച്ചേർന്നത്. ആ സമയം ഇവിടെ അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സിലിണ്ടർ, കാരണം എന്താണ് ഇവിടെ ഇത്തിരി കൂടി നാരോ ആണ്. അപ്പോൾ കുറച്ചുകൂടി ഷെയ്ഡഡ് സിലിണ്ടറിന്റെ ലെങ്ത് കുറച്ചുകൂടി ഇതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ. ഇവിടെയോ ഇവിടെ കുറച്ച് കൂടുതൽ വേഗത്തിൽ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ ലെങ്ത് എത്രയാണ്? കുറെ കൂടുതലായിരിക്കും. കാരണം ഇവിടെ കുറച്ച് മതി, കാരണം വലിയ ഏരിയ. ഇവിടെ കുറച്ച് കൂടുതൽ വേണം, കാരണം കുറച്ചുകൂടി ചെറുതാണ്. ഇവിടെ വളരെ വലിയൊരു സിലിണ്ടർ ആയിരിക്കണം, എന്നാൽ മാത്രമേ ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന മൂന്നും ഈ ടി സെക്കൻഡ് സമയം കൊണ്ട് ഇവിടെ പാസ് ചെയ്ത സിലിണ്ടറിന്റെ വോളിയമാണ്, അതായത് ലിക്വിഡിന്റെ വോളിയമാണ് ആക്ച്വലി ഇത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വോളിയം? ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് 3 സിലിണ്ടറിന്റെയും ആ ടി സെക്കൻഡ് സമയം കൊണ്ട് ആ വെള്ളം അല്ലെങ്കിൽ ആ ലിക്വിഡ് കടന്നു പോയ വോളിയം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദി ഏരിയ A1 ഇൻ ടി സെക്കൻഡ്. അപ്പോൾ ഇത് P1 എന്ന് പറയുന്ന പൈപ്പ്, ഇത് P2, ഇത് P3. അപ്പോൾ ആദ്യത്തെ എന്താണ്? വോളിയം. നമ്മൾ ആദ്യം വോളിയം കണ്ടുപിടിക്കുകയാണ്. വോളിയം ഓഫ് ഫ്ലൂയിഡ്സ് അല്ലെ, വോളിയം ഓഫ് ഫ്ലൂയിഡ്സ് passing the crossing, passing volume of fluids passing through area of cross section. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദ ഏരിയ A1, crossing, not passing, crossing the area, crossing through the area A1 അല്ലെ. A1 എന്ന് പറയുന്ന സെക്ഷനിലൂടെ പാസ് ചെയ്ത വോളിയം, ആ വോളിയം എത്രയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അതായത് ഈ വലിയ A1 എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ പാസ് ചെയ്ത അത് ശരിക്കും ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ വോളിയം ആയിരിക്കും. ആക്ച്വലി വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദി ഏരിയ A1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാം. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് ദ സിലിണ്ടർ, അതാണ് ശരിക്കും വോളിയം എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ലെങ്ത് ഓഫ് ദ സിലിണ്ടർ, ഈ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഈ ലിക്വിഡ് ഫ്ലോ ചെയ്ത വെലോസിറ്റി V1 ആണെന്ന് അറിയാം. ഈ ലിക്വിഡ് ടി സെക്കൻഡ് സമയം കൊണ്ടാണ് ക്രോസ് ചെയ്തതെന്ന് അറിയാം. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? Velocity is equal to displacement by or distance by time ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റി ദാറ്റ് ഈസ് V1 ഇൻറ്റു ഈ ടൈം. അപ്പോൾ V1 T ആണ് ശരിക്കും ഈ സിലിണ്ടറിന്റെ ലെങ്ത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ വോളിയം എന്തായിരിക്കും? A1, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ദിസ് ലെങ്ത്. ലെങ്ത് എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ സിലിണ്ടർ എത്രയാണ്? V1 ഇൻറ്റു T. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ഇൻറ്റു ബാക്കി ലെങ്ത് എന്താണ്? ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എന്താണ്? V1 ഇൻറ്റു T. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദ ഏരിയ A1. ഏരിയ A1 ക്രോസ് ചെയ്തപ്പോഴുള്ള വോളിയം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് A1 V T. V1 T. V അല്ല V1 T.
ഓക്കെ, അപ്പൊ ഈ ഒരു സമയം കൊണ്ട് വലിയ സിലിണ്ടറിൽ ചെറിയ ഏരിയ ക്രോസ് ചെയ്താൽ മതി, കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായതുകൊണ്ട്. ഈ സെയിം ടൈം കൊണ്ട് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ത്രൂ ഏരിയ A2, രണ്ടാമത്തെ ഏരിയ. വാട്ട് ഈസ് ദ വോളിയം? വോളിയം ഓഫ് ഫ്ലൂയിഡ്സ് ക്രോസിംഗ് ത്രൂ A2 എന്തായിരിക്കും? നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച പോലെ ദിസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ദിസ് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. ഈ ഷെയ്ഡഡ് ലെങ്ത് എത്രയാ? ഈ ഡിസ്റ്റൻസ് അത് എത്രയാണ്? V2, കാരണം ഇവിടുത്തെ വെലോസിറ്റി V2 ആണ്. അപ്പോൾ V2 into T, that is A2 V2 T. Similarly, volume of അടുത്ത പൈപ്പ്, volume of fluids crossing through A3. A3 എന്ന് പറയുന്ന മൂന്നാമത്തെ, അതായത് ഈ ഷെയ്ഡഡ് സിലിണ്ടറിന്റെ വോളിയം, that is area of cross section A3 into V3T. ഇപ്പം ഞാൻ ചെയ്ത് ഇത്രേ ഉള്ളൂ. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ കയറുന്ന വെള്ളം അവിടെ കൂടി തന്നെ മറ്റ് ചെറിയ വീതി, ചെറിയ പാത്താണെങ്കിൽ ആ പാത്തിലൂടെ തന്നെ ആ സെയിം ടൈമിൽ അത്രയും ക്വാണ്ടിറ്റി ഇറങ്ങിപ്പോറും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വോളിയം ഓഫ് ദ സിലിണ്ടർ, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദി ഏരിയ A1 കിട്ടി. എന്താണ്? A1 V1 T. വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദി ഏരിയ 2 A2 അത് കിട്ടി. A2 V2 T. വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ക്രോസിംഗ് ദി ഏരിയ A3 എന്താണ്? A3 V3 T. ഓക്കെ, 3 കേസ് കിട്ടി. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോന്നിൻ്റെയും വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ കയറിയ മാസ്, ഇതിലൂടെ കയറിയ മാസ്, ഇതിലൂടെ കയറിയ മാസ്, ശരിക്കും അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മാസ്, എത്ര ക്വാണ്ടിറ്റി, എത്ര മാസ് ഓഫ് ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് കയറി, അത്രയും മാസ് ഓഫ് ഫ്ലൂയിഡ് ഇതിനകത്തൂടി ഇറങ്ങി, അത്രയും മാസ് ഓഫ് ഫ്ലൂയിഡ് ഇതിനകത്തൂടി ഇറങ്ങി പോരണം. ഉറപ്പല്ലേ? അപ്പൊ നമുക്കിപ്പോ ഇതിനകത്തൂടി കയറിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്, അതിന്റെ വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് കണ്ടുപിടിക്കാലോ, ഈ എൻ്റർ ചെയ്ത മാസ് കണ്ടുപിടിക്കാലോ ഓരോ പൈപ്പിലും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. മാസ് ഓഫ് ഫ്ലൂയിഡ് ക്രോസിംഗ് ദി ഏരിയ. അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് എന്താണ്? മാസ് ഓഫ് ഫ്ലൂയിഡ്. അപ്പൊ ഓൾറെഡി നമ്മൾ എല്ലാം വോളിയം കണ്ടുപിടിച്ചു വെച്ചു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? മാസ് ഓഫ് ഫ്ലൂയിഡ്, മാസ് ഓഫ് ഫ്ലൂയിഡ്, mass of fluid crossing the area A1. mass of fluid crossing the area A1. A1-ലൂടെ പോയ മാസ് എത്രയാണ്? അത് ഞാൻ ശരിക്കും ഇവിടെ M1 എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് M1. M1 ഈക്വൽ ടു, നമുക്കറിയാം വോളിയം ഓഫ് ഫ്ലൂയിഡ് ക്രോസിംഗ് ദി ഏരിയ എന്ന് പറഞ്ഞാൽ A1 V1 into T ആണ്. എങ്കിലേ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. അപ്പോൾ വോളിയം ആണ് നമ്മൾക്ക് A1 ഏരിയയിലൂടെ ക്രോസ് ചെയ്ത വോളിയം കിട്ടിയെങ്കിൽ അതിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോളിയത്തിന് ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് A അല്ലേ V1, അതായത് നമ്മളുടെ ഇവിടെ കണ്ടുപിടിച്ച് നമ്മൾ വോളിയം എത്ര കിട്ടിയത്? A1 V1 T. അതിന്റെ കൂടെ റോ എന്ന് പറയുന്ന ഡെൻസിറ്റി കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദ ഏരിയ എന്ന് പറയുന്നതിന്റെ കൂടെ, ദാറ്റ് ഈസ് അതെത്രയാണ്? A1 V1 T. അതിന്റെ കൂടെ ഞാൻ ഡെൻസിറ്റി കൂടി വെച്ച്, കാരണം വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? M1 ഈക്വൽ ടു A1 V1 T റോ. സിമിലർലി നമുക്ക് ഇനി എല്ലാത്തിന്റെയും മാസ് കണ്ടുപിടിക്കാലോ. വാട്ട് ഈസ് M2? A2 എന്ന് പറയുന്ന മാസ് ഓഫ് ഫ്ലൂയിഡ് ക്രോസിംഗ് ദ ഏരിയ A2 അത് എത്രയാണ്? M2 ഈസ് ഈക്വൽ ടു വാട്ട്? അടുത്തല്ലേ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദ ഏരിയ A2 അല്ലേ? A2 V2 T ആണത്. അതിന്റെ കൂടെ ഡെൻസിറ്റി റോയും കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു മാസ് എത്രയാണെന്ന് കിട്ടുന്നത്? എത്രയാണത്? A2 V2 T into rho. Similarly, mass of fluid crossing the area A3, that is M3. M3 എത്രയായിരിക്കും? അത് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ക്രോസിംഗ് ദ ഏരിയ A3 ആണ്. അപ്പോൾ എത്രയാ? A3 V3 into T rho. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് 3 വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള 3 പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു T സെക്കൻഡ് സമയം കൊണ്ട് ഇതിലേക്ക് കയറിയ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് കണ്ടുപിടിച്ചു. അതെങ്ങനെ കിട്ടി?
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതാണ് സിലിണ്ടറിക്കൽ ഷേപ്പ് ആകുമ്പോൾ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പൊ ഇവിടുത്തെ എത്ര സമയം കൊണ്ട് ഈ ലിക്വിഡ് ഫ്ലോ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി. ആ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി വെലോസിറ്റി ഇൻറ്റു ടൈം കിട്ടി. കാരണം വെലോസിറ്റി നമുക്ക് ഇവിടുത്തെ v1 ആണെന്ന് അറിയാം. സോ നമുക്ക് ഇവിടുത്തെ വോളിയം കിട്ടി എത്രയാണ്? A1 v1t. ഇവിടുത്തെ വോളിയം A2 v2t. ഇവിടുത്തെ വോളിയം A3 v3t. അടുത്ത കേസ് ഞാൻ പറഞ്ഞു, ഇതിലേക്ക് കയറിയ മാസ് കിട്ടും. ഈ വോളിയത്തിനെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ m1 കിട്ടി. ഈ വോളിയത്തിനെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് m2 കിട്ടി. ഈ വോളിയത്തിനെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? m3 കിട്ടി. അക്കോർഡിംഗ് ടു law of conservation of mass can neither be created nor be destroyed. എത്ര മാസ് ഓഫ് ഫ്ലൂയിഡ് അതിനകത്ത് കയറിയോ അത്രയും തന്നെ ഇറങ്ങിപ്പോന്ന. ആ പൈപ്പിനകത്ത് വെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ദാറ്റ് മീൻസ് എന്തുണ്ടാവും? m1, അതായത് അതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. m1 ഈക്വൽ ടു m2 m3. ഇതിലൂടെ കയറിയ മാസ്, ഇതിലൂടെ ഇറങ്ങിപ്പോകുന്ന മാസ്, ഇതിലൂടെ ഇറങ്ങിപ്പോകുന്ന ഫ്ലൂയിഡിന്റെ മാസ് എല്ലാം സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് m1 m2 m3 ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? a1 b1 അല്ലേ? ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വായിക്കട്ടെ. ഇവിടുത്തെ നമ്മുടെ ഇതൊന്ന് വായിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? m1 അല്ലേ? m1 m2 m3 ഈസ് ഈക്വൽ അല്ലേ? 3 ഈക്വൽ ആകും. അപ്പൊ നമുക്ക് എന്താണ്? a1 ദാറ്റ് ഈസ് m1 എന്ന് പറഞ്ഞാൽ a1 v1 t rho is equal to a2 v2 t rho is equal to a3 v3 t rho. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ടി റോ കോമൺ ആണ്. അപ്പൊ ബാക്കി ഞാൻ ഇതിന്റെ എല്ലാത്തിൽ നിന്നും ഈ കോമൺ ആയിട്ടുള്ള ടി റോ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് പോയി ടി റോ, ഇതിൽ നിന്ന് ടി റോ പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? a1 b1 is equal to a2 v2 is equal to a3 v3. നിങ്ങൾ നോക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് വലുതാണെങ്കിൽ അവിടെ വെലോസിറ്റി കുറയും. ഇവിടെ വെലോസിറ്റി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടും. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക മാത്തമാറ്റിക്കലി AB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് V ഈസ് directly proportional to 1/a, or velocity of fluid is inversely proportional to area of cross section. Area of cross section കുറഞ്ഞാല് velocity കൂടും, area of cross section കൂടിയാല് velocity കുറയും എന്നുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ ചെയ്ത ആക്ടിവിറ്റി നമ്മളിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ചെയ്തത് ഇത്രേ ഉള്ളൂ. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിയും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ട്യൂബിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അതിനുവേണ്ടി നമ്മൾ 3 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള 3 ട്യൂബ് പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. ഒറ്റ പോയിന്റ് ഇതാണ്, ടി സെക്കൻഡ് സമയം കൊണ്ട് ഇതിലേക്ക് കയറിയ വെള്ളം ടി സെക്കൻഡ് സമയം കൊണ്ട് ഇതിലൂടെ ഇറങ്ങിപ്പോരണം, ടി സെക്കൻഡ് സമയം കൊണ്ട് ഇതിലൂടെ ഇറങ്ങിപ്പോരണം. അപ്പൊ ഇവിടെ ഇറങ്ങാൻ സ്പേസ് കുറവാണെങ്കിൽ വേഗത്തിൽ ഇറങ്ങണം, ഇവിടെ വളരെ സ്പേസ് കുറവാണെങ്കിൽ വേഗത്തിൽ ഇറങ്ങണം. അപ്പൊ ഞാൻ ചെയ്തത് ഇവിടുത്തെ ഈ ടി സെക്കൻഡ് സമയം കൊണ്ട് കയറിയ വെള്ളവും അതിന്റെ വോളിയവും ടി സെക്കൻഡ് സമയം കൊണ്ട് ഇവിടെ കയറിയ വോളിയവും ഇവിടെ കയറിയ വോളിയം കണ്ടുപിടിച്ചു. അതാണ് എന്ത് പറഞ്ഞത്? A1 V1 t, ഇവിടുത്തെ A2 V2 t, A2. പിന്നെ നമ്മൾ ചെയ്തത് എന്താണ്? അക്കോർഡിംഗ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, എത്ര വെള്ളം കയറിയോ, എത്ര മാസ് ഓഫ് ഫ്ലൂയിഡ് കയറിയോ അത്രയും തന്നെ ഇറങ്ങി വരണം. അതുകൊണ്ട് ഈ വോളിയത്തിന് ഇതിന്റെ ഡെൻസിറ്റി 3ന്റെ സെയിം ആണ്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് മാസ് ഓഫ് ഫ്ലൂയിഡ് ക്രോസിംഗ് ഏരിയ A1 അത് ഞാൻ m1 എന്ന് എടുത്തു. A1 V1 t rho, m2 A2 V2 t rho, m3 A3 V3 t rho. അത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മാസ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? A1 V1 equal to A2 V2 equal to A3 V3, or AB equal to a constant, or V is inversely proportional to area of cross section. മാത്തമാറ്റിക്കലി എഴുതുന്നത് ഇങ്ങനെയാണ് 1/a എന്ന്. അപ്പോൾ V is inversely proportional to area of cross section. Area of
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്ത വെലോസിറ്റി ഡിക്രീസ് ചെയ്യും, ഏരിയ ഡിക്രീസ് ചെയ്ത വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആക്ടിവിറ്റിയിലൂടെയും മാത്തമാറ്റിക്കലിയും നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.